രാഷ്ട്രീയ എതിരാളികൾ അടുത്തു വന്നാൽ സ്വയം വസ്ത്രം കീറാൻ പ്രാദേശിക വനിതാ നേതാവിന് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന വിവാദ പ്രസംഗത്തിൽ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെയാണ് പരാതി. കഞ്ഞിക്കുഴിയിലെ വനിതാ നേതാവ് ലിസി ജോസഫാണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. പ്രസംഗത്തിൽ ലിസിക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഈ CP മാത്യു നേരത്തെയും പ്രസംഗങ്ങളിലൂടെ പ്രതികരണങ്ങളിലൂടെ വിവാദമുണ്ടാക്കിയിട്ടുണ്ട്, നടപടികളിലൂടെ വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആ പ്രസംഗം എന്താണ് ആ പ്രസംഗത്തിൽ പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് എത്ര പരാതികൾ ഇപ്പോൾ പോയിരിക്കുന്നു? അതിനോട് ഈ പ്രസംഗത്തിന് ശേഷം CP മാത്യു പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? സ്മൃതി, ഒരു ലജ്ജയുമില്ലാതെയാണ് ഇടുക്കി DCC പ്രസിഡന്റായ CP മാത്യു ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത്. രാഷ്ട്രീയ എതിരാളികൾ തൊട്ടടുത്ത് വരികയാണെങ്കിൽ ബ്ലൗസ് വലിച്ചു കീറണം, തുടർന്നുണ്ടാകുന്ന നിയമപരമായ കാര്യങ്ങൾ തങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതായിരുന്നു CP മാത്യു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഞ്ഞിക്കുഴിയിൽ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് വനിതാ നേതാവിനോട്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതാ നേതാവിനോട് എതിരാളികൾ അടുത്ത് വരികയാണെങ്കിൽ ബ്ലൗസ് വലിച്ചു കീറണം എന്ന കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണ് പണ്ട് താൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ പ്രസംഗം വിവാദമാവുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ CP മാത്യുവിനെതിരെ 2 പരാതികളാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം നേതാവായിട്ടുള്ള AH ഹാഫിസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കഞ്ഞിക്കുഴിയിലെ CPM നേതാവായിട്ടുള്ള ലിസി ജോസഫ് ഇടുക്കി DYSPക്കും പരാതി നൽകിയിട്ടുണ്ട്. ലിസി നൽകുന്ന പരാതിയിൽ ഈ പ്രസംഗത്തിൽ ലിസിയെ കുറിച്ചും വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിരുന്നു. ലിസി സായിപ്പിന്റെ മകളാണെന്നും വിശുദ്ധയാണെന്നുമായിരുന്നു ലിസിക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം. ഇതിലാണിപ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും കാണിച്ചുകൊണ്ടാണ് ലിസി DYSPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കാണിച്ചാണ് AH ഹാഫിസ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ഒരാഴ്ച മുമ്പ് അംഗപരിമിതനായിട്ടുള്ള ഒരാളെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശശി തരൂരിന്റെ പരിപാടിയിൽ സെൽഫി എടുക്കാൻ വന്ന ഒരു അംഗപരിമിതനെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ തൊട്ട് മുന്നിൽ വെച്ച് അടിച്ചുകൊണ്ട് തള്ളി മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇതും വലിയ വിവാദമായിരുന്നു. അതിന്റെ പ്രശ്നങ്ങളൊന്ന് മാറി വരുന്നതിനിടെയാണ് വിവാദ പ്രസംഗവുമായി DCC പ്രസിഡന്റ് CP മാത്യു വീണ്ടും രംഗത്തെത്തിയിരുന്നത്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.